നമസ്കാരം. 2024 ഇടവം ലഗ്നം ഇടവം രാശിക്കാർക്ക് എങ്ങനെയുള്ളതായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇടവം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം മുതൽ കുറച്ചുകൂടി നല്ല സമയങ്ങൾ വന്നു ചേരാൻ പോവുകയാണ്. മെയ് വരെയുള്ള സമയങ്ങൾ എന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ രോഗം ശരിയായ രീതിയിൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു ചേരുക. അതായത് നിങ്ങളുടെ ലക്ഷണങ്ങളെ യഥാർത്ഥത്തിൽ എന്ത് രോഗത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമായിരിക്കും മെയ് വരെയുള്ള സമയങ്ങൾ. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾ ദശാന്തർദശകൾക്കനുസരിച്ചിട്ടാണ് പൂർണ്ണമായിട്ടും ഫലമിരിക്കുന്നത്. എന്നിരുന്നാലും മാരീഡ് ലൈഫിലാണെങ്കിലും വിവാഹത്തിനുള്ളൊരു സമയമാണെങ്കിലും സന്താനലബ്ധിക്കാണെങ്കിലും എല്ലാത്തിനും നല്ല സമയങ്ങൾ എന്നത് മെയ് മാസം മുതൽ വന്നു ചേരുകയാണ്. പൊതുവേ വിദേശത്ത് നിന്ന് ലാഭം വന്നു ചേരുന്ന സമയമാണ്. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്നവർക്കും ഒക്കെ നല്ല സമയങ്ങൾ മെയ് മാസം തൊട്ട് വരുന്നുണ്ട്. വിദേശത്ത് നിന്നാണ് ലാഭം. വിദേശീയരായിട്ടുള്ള ക്ലയൻസും കസ്റ്റമേഴ്സും വഴിയാണ് പലതരത്തിലും ലാഭം വന്നു ചേരുന്നത്. വിദേശത്ത് ജോലിക്കാണെങ്കിലും വിദേശ യാത്രകൾ ചെയ്യാനാണെങ്കിലും സമയം വന്നു ചേരുന്നുണ്ട്. പുതിയതായി ജോലി ലഭിക്കാനും അതുപോലെ ജോലി മാറ്റത്തിനും ട്രാൻസ്ഫറിനും യാത്രകൾ കൂടാനും ദീർഘദൂര യാത്ര ചെയ്യാനുമുള്ള സമയങ്ങൾ ഇടവം ലഗ്നം ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്നുണ്ട്. ദീർഘകാലമായിട്ട് നിലനിന്നിരുന്ന ഒരു ആഗ്രഹം എന്നത് ഒരുപക്ഷെ വിദേശത്ത് ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതമായിരിക്കാം. ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത്. പലർക്കും ആധ്യാത്മികമായി ഉന്നതി കൊണ്ടു കൊടുക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സമയം വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കും അലോപ്പതി അല്ലാതെ രീതിയിലുള്ള ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്, ഒരു എനർജി ഹീലിംഗ് ആയിക്കോട്ടെ, അതുപോലെ മറ്റ് ഔഷധ സേവകളും ആയുർവേദവും ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, തീർച്ചയായിട്ടും മറ്റു രീതികളും കൂടി, മറ്റു മാർഗങ്ങളും കൂടി, അല്ലെങ്കിൽ ഒറ്റമൂലികളൊക്കെ ഫലിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിക്കോട്ടെ, അത്തരം ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. പൊതുവേ ഈ ഒരു വർഷം എന്നത് നിങ്ങൾക്ക് ഹീലിംഗ് തരുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങൾക്ക് ആശ്വാസം തരും. നിങ്ങൾക്ക് ഒരു ദിശാബോധം, ലക്ഷ്യബോധം ഉണ്ടാകുന്നതായിരിക്കും. പൊതുവെ പോസിറ്റിവിറ്റി കൊണ്ടുതരുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് മെയ് മാസം തൊട്ട് ഇടവം ലഗ്നം ഇടവം രാശിക്കാർക്ക്. ഈ ഒരു വർഷം കടം കൊടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടും പണമിടപാട് നടത്താതിരിക്കുന്നതാണ് നല്ലത്. പലതരത്തിലും സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിച്ചവർ നിങ്ങളെ തിരിച്ച് ഗൗനിക്കാതിരിക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചു തരുന്നില്ല എന്നത് കൂടാതെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ അവർ പാടെ മറന്നു പോയതുപോലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട്, കസിൻസുമായിട്ട്, ബന്ധുക്കളുമായിട്ട് കൂടിച്ചേർന്ന് വ്യാപാരം, ബിസിനസ്, അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഒറ്റയ്ക്ക് സ്വപ്രയത്നത്താൽ സ്വന്തം അധ്വാനത്തിലൂടെ കാര്യങ്ങൾ തുടങ്ങുന്നതും ചെയ്യുന്നതുമായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അതുകൂടാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ജോലിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ സ്വന്തമായി സമയം കണ്ടെത്തി സ്വപ്രയത്നത്താൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതായിരിക്കും നല്ലത്. പല കാര്യങ്ങളിലും ഒരു ഡിലേ, കാലതാമസം വന്നു ചേർന്നു എന്ന് വരാം. കർമ്മക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് മറുപടി തരാതിരുന്ന ഒരു മേലധികാരിയുടെ മറുപടി വന്നു ചേരുക. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദേശത്ത് പഠിക്കാനായിട്ട്, അതുപോലെ പഠനത്തോടൊപ്പം ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള സമയം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ക്രിയേറ്റീവായിട്ടുള്ള ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല സമയങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഒരു പേര്, പ്രശസ്തി, പോപ്പുലാരിറ്റി ഒക്കെ ലഭിക്കുന്നതാണ്. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും സംഘർഷങ്ങളെ അതിജീവിച്ച് നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും ഈ ഒരു വർഷം. ഇൻ്റർവ്യൂകളിലൊക്കെ വിജയിക്കാനുള്ള സാധ്യത വന്നു ചേരുന്നുണ്ട്. ഒരു കാര്യം എന്നത് പലതരത്തിലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വന്നു ചേരുന്നതാണ്. പലതരത്തിലും നമുക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു വർഷം എന്നത് നമുക്ക് നമ്മുടെ മനസ്സിൽ അങ്ങനൊരു ബോധം, അടിയുറച്ചൊരു ബോധം വേണ്ട. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ആരെങ്കിലും സഹായിക്കാൻ വന്നു ചേരും, അല്ലെങ്കിൽ ഇന്ന ആളെ കണ്ണടച്ച് വിശ്വസിക്കാം എന്നുള്ള ചിന്തകളൊന്നും വേണ്ട. ഈ ഒരു വർഷം എന്നത് വ്യാഴത്തിൻ്റെ സപ്പോർട്ട് മെയ് മാസം മുതൽ ലഭിക്കുമ്പോൾ നമുക്ക് പലതരത്തിലും ആ ഒരു ഡിവൈൻ ഗൈഡൻസ്, ബ്ലെസ്സിങ്സ് ഒക്കെ ലഭിക്കുമെങ്കിലും തീർച്ചയായിട്ടും പറ്റിക്കപ്പെടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അത് വരുന്നത് കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ ആരോടാണോ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നതിനനുസരിച്ചിട്ട് ആ വ്യക്തി വഴി തിരിച്ചടി ലഭിക്കുന്നതായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ദശകളും അന്തർദശകളും പ്രത്യന്തർദശകളും ഒക്കെ വരുമ്പോൾ
തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളാണ് അത് പറയുന്നത്. നമ്മൾ എവിടെ പറ്റിക്കപ്പെടും, ആരെ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ അതിനുള്ള സാധ്യതയും ഉള്ള ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാം എന്നുള്ള ഒരു രീതി അവലംബിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു വർഷം എന്നത് പ്രണയ വിവാഹത്തിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്താണോ കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളത് അതൊരു പ്രണയമായിട്ട്, ഒരു സൗഹൃദമായിട്ട്, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഒരു കൊലീഗായിട്ട്, എങ്ങനെയായാലും പാസ്റ്റ് ലൈഫിൽ നിന്ന് ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സൗഹൃദത്തിലും നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ ഒരു പോസ്റ്റിനെ ചൊല്ലിയുള്ള കാര്യം, ഒരു പൊസിഷനെ ചൊല്ലിയുള്ള കാര്യമാണെങ്കിലും, നിങ്ങളുടെ പ്രണയബന്ധമാണെങ്കിലും, ഇതിനെപ്പറ്റിയൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മെയ് മാസം വരെയുള്ള സമയങ്ങളിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. തീർച്ചയായിട്ടും മെയ് മാസം തൊട്ടിട്ട് പല കാര്യങ്ങളും ശരിയായി വരുന്ന ഒരു രീതി കാണാവുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ദശകൾ എങ്ങനെയിരിക്കുന്നു, ദശാന്തർദശകൾ, ദശാനാഥനുമായിട്ട് ഗോചരത്തിലെ ഗ്രഹങ്ങൾക്കുള്ള ബന്ധം, ദശാനാഥൻ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ് നിങ്ങൾക്കൊരു ജോലിയിലെ പൊസിഷനും പ്രണയബന്ധമായാലും ഒരു വിദ്യാഭ്യാസ കാര്യമായാലും സൗഹൃദമായാലും ഇതിലെ പ്രശ്നങ്ങൾ ഇനി എങ്ങോട്ട് പോകും, ഇതിൽ എന്ത് തീരുമാനമെടുക്കണം മുന്നോട്ട് എന്നതിനെപ്പറ്റി പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ദശാകാലം തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മെയ് മാസം തൊട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു വർഷം വെയിറ്റ് ഗെയിന് സാധ്യതയുണ്ട്. ആഹാരകാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടി വരും. നിങ്ങളുടെ നേരത്തെ തന്നെ ലിവർ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിനെ, യൂട്രസിനെ, അതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉള്ളവരാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കണം. കിഡ്നി സംബന്ധിച്ചിട്ടുള്ള, ഡയബറ്റീസ് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളുള്ളവരാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു വർഷം എന്നത്, കാരണം ഇടവം ലഗ്നം, ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഷ്ടമഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം. അഷ്ടമഭാവത്തിൻ്റെ അധിപനാണ്. അവിടെ നിന്ന് ആറാമതായിട്ട് ഇടവത്തിൽ ലഗ്നത്തിൽ മെയ് മാസത്തിൽ വന്നു ചേരാൻ പോകുന്നത്. കൂടാതെ നിങ്ങളുടെ ലാഭസ്ഥാനത്തിൻ്റെ അധിപതി കൂടിയാണ്. അപ്പോൾ ലാഭസ്ഥാനം എന്ന് പറയുന്നത് അവിടെ നാച്ചുറൽ സോഡിയാക്കിലെ 12ാം ഭാവമാണ്. അവിടെയും മറ്റൊരു തരത്തിൽ അത് നഷ്ടത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആരോഗ്യ നഷ്ടം എന്നൊരു കാര്യത്തിന്, അതായത് പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യം, ഒരു അസുഖമായിരിക്കില്ല, കുറേ നാളുകളായിട്ട്, അതായത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പോലെ, ഒരു ഹോർമോണൽ ഇംബാലൻസ് പോലെ, ഇതൊന്നും പെട്ടെന്നുണ്ടാവുന്നതല്ല. കാലക്രമേണ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ മാനസികാരോഗ്യത്തിനും ഒക്കെ അനുസരിച്ചിട്ടാണ് പലതും വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രോഗത്തിൻ്റെ തുടക്കം ആയിട്ട് മാറാനും മെയ് മാസം തൊട്ട്, അതല്ലാതെ നേരത്തെ തന്നെ ഇത്തരം അസുഖങ്ങളുള്ളവരാണെങ്കിൽ, പ്രത്യേകിച്ച് ഉദരസംബന്ധമായിട്ടുള്ള, കുടലുകളെ ബാധിക്കുന്ന, ലിവറിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളുള്ളവരാണെങ്കിലും ഈ ഒരു കാര്യത്തെ വളരെ സൂക്ഷിച്ച്, വളരെയധികം ശ്രദ്ധയോടുകൂടി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആഹാരകാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതാണ്. കുറച്ച് ഇത്തരം കാര്യത്തിൽ, ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നൊരു സമയം, ഒരു വർഷമായിരിക്കും. ധനപരമായിട്ട് നഷ്ടങ്ങൾ തരില്ലെങ്കിലും ആരോഗ്യത്തെ പറ്റി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ത്രീ ഹോർമോൺ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, പൊതുവെ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള കാര്യവും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങളെയും ഒന്ന് നമ്മൾ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ആകസ്മികത എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്കൊരു പൊസിഷൻ, ഒരു ഉയർച്ച കിട്ടുമ്പോൾ, ജോലിയിൽ ഒരു സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കല അംഗീകരിക്കപ്പെടുമ്പോൾ, നമ്മൾക്ക് പോപ്പുലാരിറ്റി ലഭിക്കുമ്പോഴായിരിക്കും രോഗം എന്ന ഒരു പേരിൽ ഒരു ശത്രു കടന്നു വരുന്നത്. അതായത് നമ്മളെ ഒന്ന് ആത്മവിശ്വാസത്തെ ഒന്ന് പിടിച്ചു കുലുക്കാനായിട്ട്, അതായത് ഈ ഒരു ജീവിതത്തിൻ്റെ അസ്ഥിരതയെപ്പറ്റി നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് എന്തെങ്കിലും വന്നു ചേരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഡയഗ്നോസിസ് എന്നത്, രോഗത്തെ കണ്ടുപിടിക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അത് മെയ് മാസം തൊട്ട് അത് കണ്ടുപിടിക്കുന്നതായിരിക്കും. നല്ല ചികിത്സയൊക്കെ ലഭ്യമാക്കുന്നൊരു ഗോചരമാണ്. പക്ഷേ ചികിത്സ ലഭ്യമാകുന്നതും നല്ലൊരു ഡോക്ടറുടെ അവൈലബിലിറ്റിയും ഒക്കെ നമ്മുടെ ജാതകമാണ് നമ്മളെ കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ വീടിനടുത്ത് നല്ലൊരു ഡോക്ടറെ ലഭിക്കണമെങ്കിൽ, നല്ലൊരു ഉപദേശം ലഭിക്കണമെങ്കിൽ, ഒരു ആചാര്യൻ്റെതായാലും, ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ ആയാലും, ഒരു അധ്യാപകൻ്റെതായാലും, പിതാവിൻ്റെതായാലും ഒരു നല്ല ഡോക്ടർ ലഭിക്കണമെങ്കിലും നമ്മുടെ ജാതകത്തിലെ 9ാം ഭാവാധിപൻ വ്യാഴം ഒക്കെ നല്ല പൊസിഷനിലിരിക്കണം. അപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആ ഉപദേശങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ദശാന്തർദശകളും നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനും വ്യാഴവും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ഡയഗ്നോസിസ് ഒക്കെ എളുപ്പമാകുന്നതും നല്ല ചികിത്സ ലഭിക്കുന്നതും. തീർച്ചയായിട്ടും ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനാണ്. 2024 പറ്റി ഇടവം ലഗ്നം, ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ജാതകത്തിലെ ദശാനാഥൻ ഏത് നക്ഷത്രത്തിലിരിക്കുന്നു, ഗോചരത്തിലെ ഗ്രഹങ്ങളുമായിട്ട് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബന്ധം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ
ആശ്രയിച്ചിട്ട് ദശ അന്തർദശ പ്രത്യന്തർദശകളൊക്കെ അനുസരിച്ചിട്ടാണ് ഫലങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ജനറലായിട്ടുള്ള ഒരു ഐഡിയ തന്നതാണ് ഇടവം ലഗ്നം ഇടവം രാശിക്കാർക്ക്. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.